എത്യോപ്യയിൽ വൻ അഗ്നിപർവ്വത സ്ഫോടനം. 10,000 വർഷമായി നിർജീവമായിരുന്ന ഹീലി ഹബി അഗ്നിപർവ്വതമാണ് പൊട്ടിയത്. ജനവാസമില്ലാത്ത മേഖല ആയതിനാൽ ആളപായമില്ല. അഗ്നിപർവ്വതത്തിന്റെ കരിയും പുകയും കിലോമീറ്ററുകൾ ഉയരത്തിലും ദൂരത്തിലും പരക്കുകയാണ്. ഈ സാഹചര്യത്തിൽ എത്യോപ്യൻ വ്യോമമേഖലയിലൂടെ പോകുന്ന വിമാന സർവീസുകളെ പ്രതികൂലമായി ബാധിക്കും. ഇന്ത്യയിൽ നിന്ന് സർവീസ് നടത്തുന്ന വ്യോമഗതാഗതത്തെ ബാധിക്കുമെന്നാണ് മുന്നറിയിപ്പ്. വിവരങ്ങളുമായി ഫൈസൽ അസീസ് ചേരുന്നുണ്ട്. ഫൈസൽ, വിമാന സർവീസുകളെ അടക്കം ബാധിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് നിലവിലുള്ളത്. ഇപ്പോൾ അഗ്നിപർവ്വത സ്ഫോടനമുണ്ടായ ഒരു സാഹചര്യത്തിലാണ് വിമാന സർവീസുകൾ അടക്കം നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉള്ളത്. മറ്റെന്തെല്ലാം മുന്നറിയിപ്പുകളാണ് നൽകിയിരിക്കുന്നത് ഫൈസൽ? കാർത്തു, എത്യോപ്യയിൽ 10,000 വർഷത്തോളം നിർജീവമായി കടന്നിരുന്ന ഹെയ്ലി ഗബി എന്ന അഗ്നിപർവ്വതത്തിലാണ് സ്ഫോടനം ഉണ്ടായത്. ഒരു മനുഷ്യവാസമില്ലാത്ത മേഖലയായതിനാലാണ് ആളപായം ഇല്ലാതിരുന്നത്. 4,000-ലേറെ കിലോമീറ്റർ അകലെയുള്ള ഇന്ത്യയിലും എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടായതോടെ ഇതിൻ്റെ ചാരവും പുകയും 4,000-ലധികം കിലോമീറ്റർ ദൂരമുള്ള ഇന്ത്യയിലും എത്തിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഡൽഹി, ഹരിയാനയ്ക്ക് സമീപമുള്ള ഉത്തർപ്രദേശ് മേഖല എന്നിവയ്ക്ക് മുകളിലൂടെയാണ് പുകപടലങ്ങൾ ഇപ്പോൾ നീങ്ങുന്നത്. രാജസ്ഥാനിലും എത്തിയെന്നാണ് ഇതിൻ്റെ റിപ്പോർട്ട്. അതായത് ഇന്ത്യയിലെ രാജ്യത്തെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളായ ഡൽഹി, ഹരിയാന, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് തുടങ്ങിയ ഭാഗങ്ങളിലാണ് ഇപ്പോൾ ഈ പുകപടലം എത്തുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പുകപടലങ്ങൾ ഡൽഹിയിലും സമീപപ്രദേശങ്ങളുള്ള വായുവിൻ്റെ ഗുണനിലവാരം മോശമാക്കിയേക്കാം എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഡൽഹിയിൽ വായു നിലവാര സൂചിക വളരെ താഴ്ന്ന നിലയിലാണ്. അപ്പോൾ ഈ പുകപടലം കൂടി എത്തുന്നതോടുകൂടി വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചേക്കാമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഡൈമൻ, ഒമാൻ, പാകിസ്ഥാൻ എന്നിവയുടെ ആകാശത്തും ചാരവും പുകയും പടർന്നിട്ടുണ്ട്. അതായത് ഇന്ത്യയിൽ മാത്രമല്ല, ദുബായ് ഉൾപ്പെടെയുള്ള, ഒമാൻ ഉൾപ്പെടെയുള്ള രാജ്യത്തും ഇത്തരത്തിൽ ചാരവും പുകയും പടർന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതോടെ പല അന്താരാഷ്ട്ര വിമാന സർവീസുകളും ഇപ്പോൾ റദ്ദാക്കിയിട്ടുണ്ട്. തിങ്കളാഴ്ച വൈകിട്ട് 6:25 ജിദ്ദയിൽ നിന്ന് കൊച്ചിയിലെത്തേണ്ട ആകാശ എയർ വിമാനം, 6:30 കൊച്ചിയിലെത്തേണ്ട ഇൻഡിഗോയുടെ ദുബായ് വിമാനം എന്നിവയാണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. രണ്ട് വിമാനത്തിൻ്റെയും കൊച്ചിയിൽ നിന്നുള്ള മടക്കയാത്രയും മുടങ്ങിയിരിക്കുകയാണ്. ഇതോടെ ജിദ്ദയിലേക്ക് പോകാനെത്തിയ പ്രവാസികളാണ് ദുരിതത്തിലായിരിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഉംറയുടെ സീസണാണ്. ഇസ്ലാം മത വിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കാലമാണ്, ഉംറ തീർത്ഥാടന കാലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉംറയുടെ സമയമാണ്. അപ്പോൾ ഉംറ തീർത്ഥാടകൻ കൂടി ജിദ്ദയിലെത്തേണ്ട വിമാനം റദ്ദാക്കിയതോടുകൂടി ഉംറ തീർത്ഥാടകർ കൂടി ദുരിതത്തിലാക്കിയിരിക്കുകയാണെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. കണ്ണൂരിൽ നിന്ന് അബുദാബിയിലേക്ക് പോയ ഇൻഡിഗോ വിമാനം ഒമാൻ വ്യോമപാതയിൽ വെച്ച് അഹമ്മദാബാദിലേക്ക് തിരിച്ചു വിട്ടിരുന്നു. യാത്രക്കാരെ മറ്റൊരു വിമാനത്തിലാണ് കണ്ണൂരിലേക്ക് എത്തിച്ചത്. ഇവർക്ക് മറ്റു വിമാനങ്ങൾ യാത്രാ സൗകര്യം ഒരുക്കിയെന്ന് ഇന്നലെ തന്നെ DGCA അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും DGCAയും വളരെ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ വിമാന കമ്പനികൾക്കൊക്കെ തന്നെയും ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അഗ്നിപർവ്വതത്തിൽ നിന്നുള്ള ചാരം നിറഞ്ഞ മേഘങ്ങൾക്കിടയിൽ കൂടി എത്ര ഉയരത്തിൽ വിമാനം പറത്താമെന്ന് സംബന്ധിച്ച് DGCA നിർദ്ദേശം ഇറക്കിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ വിമാനം വഴിതിരിച്ചുവിടാനും സമയം ക്രമീകരിക്കുവാനുമാണ് DGCA നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ ചാരം, അതായത് ഈ അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടാകുന്ന ചാരം എഞ്ചിൻ്റെ പ്രവർത്തനം തകരാറിലാക്കാൻ സാധ്യതയുള്ളതിനെ കൊണ്ട് തന്നെയാണ് മുൻകരുതൽ നൽകിയിരിക്കുന്നത്. ഏതായാലും 10,000 വർഷത്തോളം പഴക്കമുള്ള അഗ്നിപർവ്വതമാണ് ഇന്നലെ സ്ഫോടനം ഉണ്ടായത്. അതായത് ഇത് 4,000 കിലോമീറ്റർ അകലെയുള്ള ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലേക്കും എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഡൽഹി, ഉത്തർപ്രദേശ്, അതുപോലെ ഹരിയാന, രാജസ്ഥാൻ തുടങ്ങിയ 4 സംസ്ഥാനങ്ങളിലേക്കാണ് ഈ ഒരു പുകപടലവും ചാരവും എത്തിയത്. ആകാശത്ത് ചില വിസ്മയങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ അത് കണ്ട് നമ്മൾ ആശങ്കപ്പെടേണ്ട എന്നുള്ളൊരു നിർദ്ദേശം കൂടി ഈ അധികൃതർ നൽകുന്നുണ്ട്. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു പുകപടലവും അതുപോലെ ചാരവും കൂടി നിറഞ്ഞതായിരിക്കും ഇതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിമാന സർവീസുകൾ ഉൾപ്പെടെ റദ്ദാക്കിയിരിക്കുന്നത്. കൊച്ചിയിലെത്തേണ്ട വിമാനങ്ങൾ ആകാശ എയറിൻ്റെയും ഇൻഡിഗോയുടെയും
ഉൾപ്പെടെയുള്ള വിമാനങ്ങളാണ് റദ്ദാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ മടക്കയാത്രയും റദ്ദാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഉംറയുടെ തീർത്ഥാടന കാലമാണ്. അപ്പോൾ ജിദ്ദയിലേക്ക് പോകേണ്ട വിമാനം ഉൾപ്പെടെ റദ്ദാക്കിയതിന് ഉംറ യാത്രക്കാരും ദുരിതത്തിലായിരിക്കുകയാണ്. ഇപ്പോഴും എയർപോർട്ടിൽ ഉംറ യാത്രക്കാർക്ക് കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇതിൻ്റെ ഒരു അഗ്നിപർവ്വതത്തിൻ്റെ ഒരു സ്ഫോടനത്തിൻ്റെ ഒരു വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം 4000 കിലോമീറ്റർ ഇപ്പോഴുള്ള ഇന്ത്യയിലേക്ക് എത്തണമെങ്കിൽ എത്രത്തോളമാണ് വ്യാപ്തി എന്നുള്ളതാണ്. ഏതായാലും വാസമില്ലാത്ത ഒരു പ്രദേശമായതിനാലാണ് മറ്റ് മനുഷ്യർക്കോ അല്ലെങ്കിൽ മറ്റ് സംഭവങ്ങൾക്കൊന്നും ഒരു തരത്തിലുമുള്ള ഭീഷണിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അപകടമോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കാർത്തു. ശരി, എത്യോപ്യയിൽ വൻ അഗ്നിപർവ്വത സ്ഫോടനമാണ് ഉണ്ടായിരിക്കുന്നത്. 10000 വർഷത്തിന് ശേഷമാണ് ഇത്തരത്തിൽ ഹേലി ഹബി എന്ന അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചിരിക്കുന്നത്. ജനവാസമില്ലാത്ത മേഖലയായതിനാലാണ് ആളപായങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അഗ്നിപർവ്വതത്തിന്റെ കരിയും പുകയും കിലോമീറ്ററുകൾ ഉയരത്തിലും ദൂരത്തിലുമാണ് പരക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് വിമാന സർവീസുകൾ അടക്കം റദ്ദാക്കിയിരിക്കുന്നത്. പല വിമാനങ്ങളും വഴിതിരിച്ചുവിടുന്ന സാഹചര്യമാണ് ഉള്ളത്. ഫൈസൽ അസീസാണ് വിവരങ്ങൾ നൽകിയത്.